ശരണാഗതി എന്ന് പറഞ്ഞാൽ മറ്റൊരു ശരണമില്ല എന്ന തിരിച്ചറിവിൽ, മറ്റൊരാശ്രയമില്ല എന്ന തിരിച്ചറിവിലുള്ള സമ്പൂർണ്ണ സമർപ്പണമാണ് ശരണാഗതി. മറ്റേതെങ്കിലും ഒരാശ്രയം എനിക്ക് വേറെയുണ്ട് എന്ന് തോന്നലുള്ള കാലത്തോളം സമ്പൂർണ്ണ സമർപ്പണം ഉണ്ടാവില്ല. മറ്റൊരു ശരണവുമില്ല, അന്യശരണം, മറ്റൊരു ശരണവുമില്ല. അന്യഥാ ശരണം നാസ്തി എന്ന് ചൊല്ലലല്ല, അത് ചൊല്ലാറുണ്ട് പലരും. അന്യഥാ ശരണം നാസ്തി എന്ന് പറയുമ്പോഴും എനിക്ക് ശരണമുണ്ട് എന്നുള്ള ബോധമുണ്ട്. ഇല്ലേ? ഇല്ല. എന്താ അഭിപ്രായം? അന്യഥാ ശരണം നാസ്തി മമേവ ശരണം മമ എന്ന് ചൊല്ലുമ്പോഴും ഉറപ്പാണ്, ഞാൻ വഴിക്ക് വീഴാതെ ശ്രദ്ധിക്കുന്നുണ്ട്, എനിക്ക് ശരണമുണ്ട്, പല ശരണങ്ങളും ഉണ്ട് എന്ന ബോധമുണ്ട്. ഈ പൂജയൊക്കെ ചെയ്ത് ഇതൊക്കെ ചൊല്ലി നമസ്കരിച്ചാൽ ദക്ഷിണ തരാവുന്നുള്ളതും ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, അന്യമായ ശരണമില്ല എന്ന, ആശ്രയമില്ല എന്ന പരിപൂർണമായ തിരിച്ചറിവിൽ, ഈശ്വരനിൽ, ഗുരുവിൽ, ഉയർന്ന ആദർശത്തിൽ പരിപൂർണമായി സമർപ്പിക്കുന്നതാണ് ശരണാഗതി. അതിമനോഹരമായ ഒരു ദൃഷ്ടാന്തം ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നുണ്ട്. അതായത് പായ്ക്കപ്പലിൽ ധാരാളം ധാന്യങ്ങൾ കയറ്റി പുറപ്പെടുകയാണ്. അപ്പോൾ ഈ ധാന്യങ്ങൾ കൊത്തിത്തിന്ന് പക്ഷികളുണ്ട്. ഇവരറിയുന്നില്ല ഇത് നീങ്ങിയതായി. അങ്ങനെ കുറച്ച് നീങ്ങിയപ്പോൾ ഒരു പരിഭ്രമായി. കാരണം കരയില്ല, കടല. അപ്പോൾ അവരൊരു ഭാഗത്തേക്ക് പറന്നത് കഷ്ടകാലത്തിന് വിപരീത ദിശയായിരുന്നു. അവർ പറക്കുന്നതിനനുസരിച്ച് കപ്പലും നീങ്ങിയിട്ടുണ്ട്. അവർ കൂടുതൽ കരയിൽ നിന്നകന്നു, വേറെ ദിശയിലേക്ക് പറന്നു. കഷ്ടകാലത്തിന് അത് മറ്റൊരു വിപരീത ദിശയായിരുന്നു. അങ്ങനെ 3 ഭാഗത്തേക്കും പറന്ന് അവസാനം 4ാം ഭാഗത്തേക്കും പറന്ന് എവിടെയും കരയില്ല. അവസാനം അവർക്ക് മനസ്സിലായി എങ്ങോട്ട് പറന്നിട്ടും കാര്യമില്ല. എന്തായി? വന്ന് കപ്പലിൽ തന്നെ അവിടെ ഇരുന്നു. വേറെ ഒരാശ്രയം ഇല്ലാന്ന് മനസ്സിലായി. അതുവരെ നമുക്ക് പല ആശ്രയം ഉണ്ടെന്ന് തോന്നും, ഒരാശ്രയം ഇല്ലാതെ മനസ്സിലായി. അപ്പോൾ ശരണാഗതിയായി. ശരണാഗതി എന്ന് പറയുന്നത് ബോധത്തിൻ്റെ ഉയർന്ന തലമാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഒരു തിരിച്ചറിവാണ്. പക്ഷെ അത് ഹയസ്റ്റ് എന്ന് പറയാൻ വയ്യ. ഇനി ഒരുപാട് ദൂരം പോകാനുണ്ട്. തൻ്റെ അഹങ്കാരജനിതമായ എല്ലാ പിടുത്തവും വിട്ടുന്നേ അർത്ഥമുള്ളൂ. ഇനി ഒരുപാട് പോകാനുണ്ട്. ഇനി നയിക്കേണ്ടത് ഗുരു തന്നെ, ശാസ്ത്രം തന്നെ, ഈശ്വരൻ തന്നെ.